നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 5 വ്യാഴാഴ്ചയാണ്. നിഫ്റ്റി 24,600 മുകളിലായിട്ട് ക്ലോസ് ചെയ്തു. 20-ഡേ EMAയ്ക്ക് മുകളിൽ തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗിന് മുന്നോടിയായി ഇന്ന് ബാങ്ക് നിഫ്റ്റി തന്നെയായിരിക്കും ഫോക്കസിൽ ഉണ്ടായിരിക്കുക. പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് S&P 500 ഫ്ലാറ്റായ രീതിയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസ് ഇടിഞ്ഞപ്പോൾ നാസ്ഡാക്ക് ചെറിയ നേട്ടത്തിലും ഇന്നലെ ക്ലോസ് ചെയ്തു. ഇന്നലെ US മാർക്കറ്റുകൾ മിക്സഡ് ആവാനുള്ള കാരണം, ഒരു വർഷത്തിനിടെ ഇതാദ്യമായി മെയ് മാസത്തിൽ സേവന മേഖല ചുരുങ്ങുകയുണ്ടായി. മന്ദഗതിയിലുള്ള വളർച്ച, ഉയർന്ന പണപ്പെരുപ്പം തുടങ്ങിയ പ്രശ്നങ്ങൾ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഇത് കാണിക്കുന്നത്. കൂടാതെ മെയ് മാസത്തിൽ US സ്വകാര്യ കമ്പനികൾ 2 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ തൊഴിലാളികളെയാണ് നിയമിച്ചതെന്ന് ADP ജോബ്സ് റിപ്പോർട്ട് കാണിക്കുന്നു. വ്യാപാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ US തൊഴിൽ വിപണിയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് കാണാൻ നിക്ഷേപകർ വെള്ളിയാഴ്ചത്തെ പ്രധാനപ്പെട്ട ജോബ്സ് റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. ഇന്നലെ ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീൽ, അലുമിനിയം എന്നിവയുടെ തീരുവ 50% ഇരട്ടിയാക്കിയിരുന്നു. ഇന്നലെയാണ് ഈ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത്. ജൂലൈ ആദ്യം ആരംഭിക്കുന്ന കൂടുതൽ ഇറക്കുമതി നികുതികൾ ഒഴിവാക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് മികച്ച വ്യാപാര ഓഫറുകൾ നൽകാനുള്ള അവസാന ദിവസം കൂടിയായിരുന്നു ഇന്നലെ കടന്നുപോയത്. ഇന്നലെ ടെക് സ്റ്റോക്കുകൾ തന്നെയാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. സ്റ്റോക്കുകളിൽ ഇന്നലെ ടെസ്ല 3.5% ഇടിവുണ്ടാക്കി. സെയിൽസിൽ തുടർച്ചയായ 5ാമത്തെ മാസവും ഒരു ഇടിവുണ്ടായതാണ് ഇപ്പോൾ ടെസ്ല ഇടിയാൻ കാരണമായത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്ക് വന്നാൽ ഇൻഫോസിസ് 1% ഇടിവുണ്ടാക്കി. വിപ്രോ 0.35% ഉയർന്നു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.74% ഇടിവുണ്ടാക്കിയപ്പോൾ HDFC ബാങ്ക് 0.29% ഉയർന്നു. ഡോക്ടർ റെഡ്ഡി 0.5% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബിറ്റ് കോയിനിലേക്ക് വന്നാൽ $1,50,000 ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം 1.25% ഇടിവിലാണ് ഇപ്പോൾ ഉള്ളത്. സ്വർണ്ണവിലയിലേക്ക് വന്നാൽ ഇന്നലെ ഏകദേശം ഒരു 1% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 72,720 രൂപയാണ്. ഓയിൽ പ്രൈസുകളിൽ 2 ദിവസത്തെ നല്ല നേട്ടത്തിന് ശേഷം ഇന്നലെ ഓയിൽ പ്രൈസുകളിൽ 1% ഇടിവുണ്ടായി. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെറും 799 രൂപ മാത്രമാണ് ഒരു മാസത്തേക്ക് ഫീസായിട്ട് വരുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. കൂടാതെ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിലും ഇപ്പോൾ തന്നെ ആ നമ്പറിൽ തന്നെ മെസ്സേജ് അയയ്ക്കുക. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. US-ഉം ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്കാണ്. വ്യാപാര കരാർ അന്തിമമാക്കാൻ US വ്യാപാര ഉദ്യോഗസ്ഥർ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് US എണ്ണ, കാറുകൾ, പ്രതിരോധ ഉപകരണങ്ങൾ, സോയാബീൻ, ധാന്യം, ആപ്പിൾ, ബർബൺ വിസ്കി എന്നിവയുടെ തീരുവ ഇന്ത്യ കുറച്ചേക്കാൻ സാധ്യതയുണ്ട്. പകരമായി ഇന്ത്യ ആവശ്യപ്പെടാൻ സാധ്യതയുള്ളത് ടെക്സ്റ്റൈൽസ്, ലെതർ പ്രൊഡക്ട്സ്, കൂടാതെ ഒരു ബെറ്റർ ആക്സസ് ഇന്ത്യക്ക് ലഭിക്കുക എന്ന ഉദ്ദേശം കൂടിയുണ്ട്. കയറ്റുമതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ വ്യാപാര കമ്മി കുറയ്ക്കാൻ US ലക്ഷ്യമിടുന്നുണ്ട്. ഇപ്പോൾ പല മേഖലകളിലും, പ്രത്യേകിച്ച് എണ്ണ, അതുപോലെ പ്രതിരോധ മേഖല എന്നിവയിലൊക്കെ റഷ്യയാണ് ഇന്ത്യ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. അത് കുറയ്ക്കാനും ഇതുവഴി ഉദ്ദേശിക്കുന്നുണ്ട്. ചൈനയുമായുള്ള സംഘർഷം വീണ്ടും വർദ്ധിക്കുന്നതിനാൽ സോയാബീൻ, ധാന്യം തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി പ്രവേശനം ലഭിക്കാൻ US സമ്മർദ്ദം ഇന്ത്യക്ക് മേൽ ചുമത്തുന്നുണ്ട്. ഇനി ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഏതൊക്കെ സെക്ടറുകൾക്കായിരിക്കും നെഗറ്റീവായിട്ട് ബാധിക്കാനും പോസിറ്റീവായിട്ട് ബാധിക്കാനും സാധ്യതയുള്ളതെന്ന് നോക്കിയാൽ ഓട്ടോമൊബൈൽ സെക്ടറിനെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാനാണ് സാധ്യതയുള്ളത്. ആൽക്കഹോളിക് ബിവറേജസ് സെഗ്മെൻറ്റിലുള്ള കമ്പനികൾക്കും അഗ്രികൾച്ചർ സെക്ടറിലുള്ള കമ്പനികൾക്കും ഇത് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഇനി പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ടെക്സ്റ്റൈൽ, ലെതർ മേഖലകൾക്കാണ്. ഓയിൽ ആൻഡ് എനർജി മേഖലയിലുള്ള കമ്പനികൾക്കും ഡിഫൻസ്, മാനുഫാക്ചറിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണിത്. ഈ പറഞ്ഞ സെക്ടറുകളുടെ പേരൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം HAL. ഇന്ത്യയിൽ GE 414 എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിനായി ജനറൽ ഇലക്ട്രോണിക്കുമായുള്ള ചർച്ചകൾ അവസാനിച്ചുവെന്ന് അവകാശപ്പെടുന്ന വാർത്താ റിപ്പോർട്ടുകൾ HAL നിഷേധിച്ചു. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നതോടെയാണ് HAL ഇതിലൊരു ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നത്. അടുത്തത് REC ലിമിറ്റഡ്. മഹാരത്ന പൊതുമേഖലാ കമ്പനിയായ REC സ്വകാര്യ പ്ലേസ്മെൻറ്റ് വഴി, അതായത് ബോണ്ടുകളോ ഡിബഞ്ചറുകളും ഇഷ്യൂ ചെയ്ത് 1.55 ലക്ഷം കോടി രൂപ വരെ സമാഹരിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകി. അടുത്ത ഗ്ലെൻഫാർമ എന്ന കമ്പനിയാണ്. ഫ്രാൻസിലെ മരുന്ന് നിയന്ത്രണ ഏജൻസിയിൽ നിന്ന് തങ്ങളുടെ പ്രധാന അനുബന്ധ സ്ഥാപനമായ സെനെക്സിക്ക് അന്തിമ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചതായി ഗ്ലെൻഫാർമ പറഞ്ഞു. അടുത്തത് വേദാന്ത ലിമിറ്റഡ്.
വേദാന്തിക്ക് ഇപ്പോൾ 1.03 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജ ശേഷിയുണ്ട്. അത് 2030 ആകുമ്പോഴേക്കും 2.5 ജിഗാവാട്ടായി ഉയർത്താൻ കമ്പനി പദ്ധതിയിടുന്നു. അടുത്തത് ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനി. പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള മൊണാർക്ക് ഇൻഫ്രാ പാർക്സും GSECയും ലിമിറ്റഡും 5.98% ഓഹരികൾ ഓഫർ ഫോർ സെയിൽ വഴി വിൽക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് യെസ് ബാങ്ക് ആണ്. കാർലൈൻ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള മൗറീഷ്യസിൽ നിന്നുള്ള CA ബാസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന കമ്പനി ബാങ്കിലെ 2.62% ഓഹരികൾ വിറ്റഴിച്ചതായി ഒരു CNBC TV18 റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വിൽപ്പനയ്ക്ക് ശേഷം അവരുടെ മൊത്തം ഹോൾഡിംഗ് ഇപ്പോൾ 4.22%. അടുത്തത് ബെൽ എന്ന കമ്പനിയാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. കമ്പനിക്ക് 537 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിച്ചതായി കമ്പനി പറഞ്ഞു. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ABFRL, മണപ്പുറം ഫിനാൻസ് തുടങ്ങിയവയാണ്. ഇനി കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് ഇപ്പോഴിതാ നല്ലൊരു അവസരമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സ് മുതൽ പഠിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ട്രേഡിംഗുമായി ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച്, പിന്നെ ട്രേഡിംഗ് സൈക്കോളജി, ട്രേഡിംഗ് വ്യൂ എങ്ങനെ ഉപയോഗിക്കണം, വിവിധ തരം ടൂൾസുകൾ ടെക്നിക്കൽ അനാലിസിസിൽ ഉപയോഗിക്കേണ്ടത് ഏതൊക്കെയാണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അടുത്തത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. 1076 കോടി രൂപയ്ക്കാണ് FIS ബൈ ചെയ്തത്. DIS ആവട്ടെ 2567 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. തുടർച്ചയായ 3 ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം വീണ്ടും FIS ഇന്നലെ ബൈ ചെയ്തു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.06% ഇടിവിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.10% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 0.41% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 1.82% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,736 എന്ന നിലയിൽ 20 പോയിന്റ്സ് അപ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏറെക്കുറെ ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. OPEC പ്ലസിൽ നിന്നുള്ള കൂടുതൽ ഉൽപ്പാദനം കാരണം വിതരണം വർദ്ധിച്ചതിനാൽ ബുധനാഴ്ച എണ്ണവില ഇടിയുകയുണ്ടായി. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായിട്ട് നല്ല നേട്ടത്തിലായിരുന്നു ഓയിൽ പ്രൈസുകൾ ഉണ്ടായത്. അതിനുശേഷമാണ് ഇന്നലെ ഒരു ഇടിവുണ്ടായത്. WTI ഉള്ളത് $62.79 പെർ ബാരൽ എന്ന നിലയിൽ 0.10% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 24,620 77 പോയിന്റ്സ് ഉയർന്നാണ്. നിഫ്റ്റിയിൽ ചൊവ്വാഴ്ച ക്രിയേറ്റ് ആയ വലിയൊരു റെഡ് ക്യാൻഡലിന് ശേഷം ഇന്നലെ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആയത്. നിഫ്റ്റിയിൽ ഈ 24,500 550 സോണിൽ നിന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് ഒരു ബൗൺസ് ബാക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലത്തെ ലോയും 24,530 പിന്നീട് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 20 ഡേ EMAക്ക് അരികിൽ തന്നെയാണ്. ഇനിയിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ 5 മിനിറ്റ് ചാർട്ടാണ് നിങ്ങളിപ്പോൾ നിഫ്റ്റിയുടെ ഇത് കാണുന്നത്. ഈ ഒരു 5 മിനിറ്റ് ചാർട്ടിൽ അപ്സൈഡിൽ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ഇതിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ നിഫ്റ്റി ഉയരാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടിയുള്ളത്, ചൊവ്വാഴ്ചത്തെ ഹൈ ആയിട്ടുള്ളത് 24,850 ഈ ഒരു ലെവൽ കൂടി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലാണ്. ഇത് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ അപ്സൈഡിൽ 24,850 തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ലെവലായിട്ട് വരുന്നത്. കൂടാതെ 20 ഡേ EMAക്ക് മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് കൂടി നിഫ്റ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു കീ സപ്പോർട്ടായിട്ട് വരാൻ സാധ്യതയുള്ളത് 24,450 മുതൽ 24,500 വരെയുള്ള ലെവലാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. 24,600 സ്ട്രൈക്കിൽ 70% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 38% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,550 സ്ട്രൈക്കിൽ 70% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 2% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണുള്ളത്. 24,650 സ്ട്രൈക്കിൽ 16% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 46% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് സ്ട്രോങ് ആയി നിൽക്കുന്നത് 24,650 പുട്ട് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് 24,550 600 സ്ട്രൈക്കുകളിലുമാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിൽ ആദ്യം കോൾ സൈഡിൽ വരുന്നത് 25,500 അതിനുശേഷം 25,000 സ്ട്രൈക്ക്, അതിനുശേഷം 24,600 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,600, അതിനുശേഷം 24,500 സ്ട്രൈക്ക്, അതിനുശേഷം 24,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,600.
ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 55,677 77 പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ചൊവ്വാഴ്ചത്തെ സെഷനിൽ ഒരു ഓൾ ടൈം ഹൈ ഒക്കെ ടച്ച് ചെയ്തെങ്കിലും പിന്നീട് വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. ഇന്നലെയും നമ്മൾ പറഞ്ഞ 55,360 എത്തിയതിന് ശേഷമാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റിക്കവറി ഉണ്ടായത്. അവിടെ നിന്നും നല്ലൊരു ബൗൺസ് ബാക്ക് ലഭിച്ചു. RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി തന്നെയാണ് കൂടുതൽ ഫോക്കസിൽ ഉണ്ടായിരിക്കുക. ഇനി 56,000 മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ 56,700 എന്ന സോണിലേക്കൊക്കെ ബാങ്ക് നിഫ്റ്റി എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ഒരു സപ്പോർട്ടാവാൻ സാധ്യതയുള്ളത് 55,000 മുതൽ 55,200 വരെയുള്ള സോണാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 56,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,500ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക്. ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 15.74 5% ഇടിഞ്ഞാണ്. ഇന്ത്യ വിക്സ് ഇടിഞ്ഞത് ബുൾസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാമിൽ കൊടുക്കുന്ന എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസിൻ്റെയും അപ്ഡേറ്റുകൾ നമ്മൾ അവിടെ നൽകാറുണ്ട്. ഇനി നമ്മളിവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയൊക്കെ അനലൈസ് ചെയ്ത് OI പൾസ് എന്ന സൈറ്റിലൂടെയാണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൈറ്റാണ്. ആർക്കെങ്കിലും അതിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.